ആരാണയാൾ? എത്ര ചിന്തിച്ചിട്ടും ആരാണ് ഡെവിൾ എന്ന് 3 പേർക്കും മനസ്സിലായില്ല. സ്ട്രീമിംഗിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിക്ക് ഷോ കാണാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. കമന്റ് ചെയ്യാനോ റിപ്ലൈ കൊടുക്കാനോ കഴിയില്ലായിരുന്നു. ശ്രീഹരിക്ക് ദേഷ്യം വന്നു. ആ ഡെവിൾ, അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇനി എന്തെയും? അവൻ ചോദിച്ചു. ഇതിനവന് മറുപടി കൊടുത്തേ പറ്റൂ. എന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാം, അർജുൻ പറഞ്ഞു. തെരേസയുടെ ലൈവ് സ്ട്രീമിംഗിൽ അർജുന്റെ ഫോണിൽ നിന്ന് അവർ ജോയിൻ ചെയ്തു. ശ്രാവണും അവരുടെ കൂടെ വന്ന് ഷോ കാണാൻ തുടങ്ങി. ആ ലൂസർ ശ്രീഹരിയില്ലേ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോ അവനിടയില് ഓരോ ഉടായ്പും കൊണ്ടുവരും. അതുകൊണ്ടാ അവനെ ഞാൻ ആദ്യമേ ബ്ലോക്ക് ചെയ്തേ. വെറൊരു ഗുഡ് ഫോർ നത്തിങ് അവൻ. ഇനിയിപ്പോ ഇതൊക്കെ കണ്ട് കരയാന്നല്ലാതെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെവിളിന്റെ അടുത്ത മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം കണ്ട് ശ്രീഹരിക്ക് ശരിക്കും സങ്കടം വന്നു. തന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും തെരേസയുടെ ലൈവ് സ്ട്രീമിംഗ് കാണാറുണ്ട്. അവരെല്ലാവരും ഇപ്പോ ഇത് കണ്ടു കാണും. എല്ലാവരുടെയും മുന്നിൽ താൻ നാണം കെട്ടുപോയെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. സ്വന്തം ഐഡിയിൽ സ്ട്രീമിംഗ് കാണാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു. അവന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ അർജുൻ ഡെവിളിനൊരു മറുപടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. തന്റെ ഫേക്ക് ഐഡിയായ ലിറ്റിൽ ഡക്കിലാണ് അവൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഡെവിൾ, നീ ചെയ്യുന്നത് ശരിയല്ല. ശ്രീഹരി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവനെ ബ്ലോക്ക് ചെയ്തത്? പോരാഞ്ഞിട്ടൊരു കാര്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ മാത്രം അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അർജുൻ ഇങ്ങനൊരു മെസ്സേജ് അയച്ചു. അടുത്ത നിമിഷം തന്നെ ഡെവിളിന്റെ മറുപടി സ്ക്രീനിൽ തെളിഞ്ഞു. ആ ലൂസറിനെ അപമാനിച്ചതിൽ നിനക്കിത്ര സങ്കടം തോന്നണമെങ്കിൽ നീ അവന്റെ പുറകെ വാലാട്ടി നടക്കുന്നവന്മാരിൽ ഒരാളായിരിക്കും. ഷോർ, ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ ശ്രാവൺ. ആദ്യം നീ ആരാണെന്ന് പറയ് ഡെവിൾ. അർജുൻ റിപ്ലൈ ചെയ്തു. ഞാൻ ഡെവിളാണ്, ഡെവിൾ. ശരി, നിങ്ങൾ 3 വിഡ്ഢികൾക്കും ഒരു അവസരം തരാൻ ഞാൻ. ഈ ലൈവ് സ്ട്രീമിംഗിൽ ഗിഫ്റ്റ് അയച്ചെന്നെ നിങ്ങൾ തോൽപ്പിക്കണം. പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കുക. ഈ മെസ്സേജിന് പിന്നാലെ തന്നെ ഡെവിളിന്റെ 4 ഡയമണ്ടുകൾ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നു. തുടർച്ചയായ മെസ്സേജുകൾ കണ്ടതും ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ ആവേശത്തോടെ സ്ക്രീനിലേക്ക് നോക്കി. 4 ഡയമണ്ടുകൾ, അതായത് വീണ്ടും 40,000 രൂപ. വെറുമൊരു ലൈവ് ഷോയ്ക്ക് വേണ്ടി ഇത്രയും പണം മുടക്കാൻ കഴിവുള്ള തങ്ങളുടെ സഹപാഠി ആരാണെന്നോർത്ത് എല്ലാവരുടെയും മനസമാധാനം പോയി. അടുത്ത നിമിഷം തന്നെ അർജുന്റെ ഫേക്ക് അക്കൗണ്ടായ ലിറ്റിൽ ഡക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. തന്നെയും ബ്ലോക്ക് ചെയ്ത ഡെവിളിനോട് അർജുന് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അർജുൻ അവന്റെ ഫോൺ എടുത്ത് അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു. എടാ, അവൻ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കളിക്കുക. വെറുതെ നമ്മൾ അതിന് പോയി ഓവർ റിയാക്ട് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ശ്രീഹരി അർജുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. താൻ കാരണം അർജുന്റെയും സമാധാനം പോയല്ലോ എന്ന വിഷമത്തിലായിരുന്നു ശ്രീഹരി. തെരേസ, നീ ഇതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം. പക്ഷേ ശ്രീഹരിയെയും അവന്റെ ഫ്രണ്ട്സിനെയും പോലുള്ള ലൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അത്തരത്തിലുള്ളവർ നിന്റെ ഷോ നശിപ്പിക്കും. ആ സമയത്താണ് സ്ക്രീനിൽ ഒരു പുതിയ മെസ്സേജ് വന്നത്. ഗെയിം ചേഞ്ചർ എന്ന ഐഡി തെരേസയ്ക്ക് ഒരു ഗോൾഡ് ഫിഷ് സമ്മാനമായി അയച്ചിരിക്കുന്നു. ആ ലൈവ് സ്ട്രീമിംഗിലെ ഏറ്റവും വലിയ സമ്മാനമായ 1,00,000 രൂപയാണ് ഗോൾഡ് ഫിഷ്. ഡെവിളിനു വേണ്ടിയുള്ള മെസ്സേജുകൾക്കിടയിൽ തെരേസ ഗോൾഡ് ഫിഷ് വന്നത് കണ്ടില്ല. എന്നാൽ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരുന്ന പലരും ആ ഗോൾഡ് ഫിഷ് മെസ്സേജ് കണ്ട് ഞെട്ടി. ഇതാരാണ് നമുക്കിടയിൽ ഇത്രയും വലിയൊരാൾ? ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയപ്പോഴാണ് തെരേസ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ മുഖം വിടർന്നു. തന്റെ ഷോയിലെ ഏറ്റവും വലിയ തുകയായ 1,00,000 രൂപ ഇത് അയച്ചിരിക്കുന്ന ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് തെരേസ അയാൾക്ക് നന്ദി പറഞ്ഞു. തെരേസയുടെ ആഹ്ലാദം കണ്ടപ്പോഴാണ് അർജുനും ശ്രീഹരിയും അത് ശ്രദ്ധിച്ചത്. അർജുൻ, ദേ നോക്കിയേ, ഡെവിളിനേക്കാൾ മിടുക്കനായ ഒരുത്തൻ വന്നിട്ടുണ്ട്. അവൻ ഒറ്റയടിക്ക് 1,00,000 രൂപ അയച്ചേ. വിശ്വാസം വരാതെ അർജുൻ അത് നോക്കി. ശരിയാണല്ലോ, ഇതാരാ ഈ ഗെയിം ചേഞ്ചർ? ഇവിടെ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ? അർജുൻ പറഞ്ഞു. ഇതാരായാലും എനിക്കിഷ്ടപ്പെട്ടു. ഡെവിളിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടി ഇത് തന്നെയാ. അവന് മാത്രമേ ഇതൊക്കെ സാധിക്കൂന്ന അഹങ്കാരമായിരുന്നു ഇതുവരെ. അവനേക്കാൾ മിടുക്കന്മാരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി കാണും, ശ്രീഹരി ആഹ്ലാദത്തോട് പറഞ്ഞു. ഡെവിൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഇത്രയും നേരം ഡെവിളിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഗെയിം ചേഞ്ചറിനെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു. മൊത്തത്തിൽ 5,00,000 രൂപ ഗെയിം ചേഞ്ചർ എന്ന അക്കൗണ്ട് തെരേസയ്ക്കായി അയച്ചിരിക്കുന്നു. മെസ്സേജുകൾ സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തന്റെ ഫോളോവേഴ്സിൽ ഒരാൾ ഒറ്റയടിക്ക് 5,00,000 തനിക്ക് അയച്ചത് കണ്ട്
തെരേസ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി അങ്ങോട്ട് ഈ ലൈവ് സ്ട്രീമിംഗിന്റെ ഹോസ്റ്റ് ഞാനായിരിക്കും, അല്ലേ തെരേസ? ഗെയിം ചേഞ്ചറിന്റെ മെസ്സേജ് വന്ന അടുത്ത നിമിഷത്തിൽ ഹോസ്റ്റ് ആയിട്ട് തെരേസ ഡെവിളിനെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ആക്കി. ഒട്ടും താമസിയാതെ തന്നെ നേരത്തെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിയുടെയും അർജുന്റെയും അക്കൗണ്ടുകൾ അൺബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇത്ര നേരം താൻ ഹോസ്റ്റ് ചെയ്ത ഷോയിൽ നിന്നും തന്നെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ഹോസ്റ്റ് ആക്കിയത് ഡെവിളിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അടുത്ത നിമിഷം തന്നെ ഡെവിളിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ തിളങ്ങി. അത് കണ്ടതും ശ്രീഹരിക്ക് സന്തോഷമായി. വൃത്തികെട്ട ഡെവിൾ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പാടാ. ശ്രീഹരി ഡെവിളിനെ വെല്ലുവിളിച്ചു. ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോടാ? അർജുനും തന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ചെയ്തു. എല്ലാവരുടെയും മെസ്സേജസ് കണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തോടെ ലൈവിൽ നിന്നും ലോഗൌട്ട് ചെയ്തു. തെരേസ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ തന്നത് വളരെ ചെറിയൊരു തുകയാണ്. അതിന്റെ പേരിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും തെരേസയോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആളുകളെ ഒരിക്കലും പണം കൊണ്ട് അളക്കരുത്. ഗെയിം ചേഞ്ചറിന്റെ ആ സന്ദേശം എല്ലാവരും നെഞ്ചിലേറ്റി. ഗെയിം ചേഞ്ചറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ സ്ക്രീനിൽ നിറഞ്ഞു. പെട്ടെന്നാണ് ലൈവ് ഷോയിൽ മുഴുകിയിരുന്ന തെരേസയുടെ പുറകിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നത്. ഇത്രയും വലിയൊരു തുക തെരേസയ്ക്ക് നൽകിയത് അതാരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു മേഘ ലൈവ് സ്ട്രീമിംഗിൽ പ്രത്യക്ഷപ്പെട്ടത്. തെരേസ, യു ആർ സോ ലക്കി. ഇത്രയും വലിയൊരു എമൗണ്ട് നിനക്ക് തരാൻ മനസ്സ് കാണിച്ച ആ വലിയ വ്യക്തി ആരാണ്? കൗതുകത്തോടെ മേഘ തെരേസയോട് ചോദിച്ചു. അതുമാത്രം എനിക്ക് അറിയില്ല മേഘ. കാരണം ഇതിൽ വരുന്ന എല്ലാവരും തന്നെ ഫേക്ക് ഐഡിയാണ്. അവരുടെ ഐഡന്റിറ്റി സ്വയം വെളിപ്പെടുത്താത്തിടത്തോളം കാലം അവരാരാ എന്താ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. ഹായ് ഗെയിം ചേഞ്ചർ, ഞാനും ഉടനെ തന്നെ ഒരു ലൈവ് സ്ട്രീം തുടങ്ങാൻ പോകുന്നുണ്ട്. തെരേസയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എനിക്കും ഉണ്ടാവില്ലേ? ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് മേഘ ചോദിച്ചു. ലൈവിൽ മേഘ വന്നത് കണ്ട് ശ്രീഹരി അർജുനെ നോക്കി. ശ്രാവണും ഇത് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മേഘയുടെ പെരുമാറ്റം വീണ്ടും അവനെ വിഷമിപ്പിക്കുമെന്ന് തോന്നിയ ശ്രീഹരിയും അർജുനും ശ്രാവണിനോട് പറഞ്ഞു, ഡാ നീ കാണാതിരിക്കുന്ന നല്ലത്. പക്ഷേ അവരെ അവഗണിച്ച് ശ്രാവൺ അവിടെ തന്നെ ഇരുന്ന് ഷോ തുടർന്ന് കണ്ടു. ഹലോ ഗെയിം ചേഞ്ചർ, ഞാൻ ഇപ്പോഴും സിംഗിളാ. ഇത്രയും നാൾ ഞാനൊരു ലവർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ പോലൊരാളെ എന്റെ ബോയ്ഫ്രണ്ടായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുക. ക്യാമറയിലേക്ക് നോക്കി മേഘ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മേഘ റിപ്ലൈ തരുമോ? അത് കണ്ടതും മേഘ ക്യൂട്ടായി പറഞ്ഞു, അതിനെന്താ ഗെയിം ചേഞ്ചർ, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും. മേഘയ്ക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ആ ചോദ്യം ചോദിച്ചിരുന്നു. അത് കണ്ടതും മേഘ ഞെട്ടിപ്പോയി. ഇത്തരമൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്നും മിണ്ടാനായില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഗെയിം ചേഞ്ചർ വീണ്ടും മെസ്സേജ് അയച്ചു. ആൻസർ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ആണെന്ന്. തന്റെ ലൈവ് ഷോയിൽ മേഘ കയറിയിരുന്ന് ഷൈൻ ചെയ്യുന്നതിൽ തെരേസയ്ക്ക് നേരത്തെ തന്നെ ചെറിയ നീരസം തോന്നിയിരുന്നു. അവൾ പറഞ്ഞു, നീ ആദ്യം ശ്രാവണുമായി പ്രണയത്തിലായിരുന്നു. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി. ഇപ്പോ രാഹുലുമായി പ്രണയത്തിലാണ്. സോ മേഘയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു തെരേസ അക്കാര്യം പറഞ്ഞത്. തെരേസ, നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാ ശ്രാവൺ വരുന്നത്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനോ മെസ്സിലെ ബില്ലടയ്ക്കാനൊന്നും അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള പുസ്തകം വാങ്ങാനൊന്നും അവനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാവം തോന്നി ഞാൻ അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്റെ വേറൊരു സുഹൃത്ത് മാത്രമായിരുന്നു ശ്രാവൺ. പക്ഷേ ഞാൻ അവന്റെ ലവറാണെന്നാ അവൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നത്. അത് എന്റെ തെറ്റല്ലല്ലോ. കഥയെല്ലാം മേഘ മാറ്റി പറഞ്ഞത് കണ്ട് തെരേസ അമ്പരന്നു. ശരി, ആയിക്കോട്ടെ. പക്ഷേ രാഹുലോ? അവന്റെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അവനും എന്റെ സുഹൃത്ത് മാത്രമാണ് തെരേസ, ഒരു നല്ല സുഹൃത്ത്. അത് കേട്ടതും തെരേസയ്ക്ക് ദേഷ്യം വന്നു. നീ വെറുതെ നുണ പറഞ്ഞ് കഷ്ടപ്പെടേണ്ട മേഘ. നീയും അവനും തമ്മിലുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണെന്ന് നിന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം. ഇത് കേട്ട് മേഘ നെർവസായി. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാതെ അവൾ പറഞ്ഞു, ഗെയിം ചേഞ്ചർ, ഇവളി പറയുന്നതെല്ലാം നുണയാ. രാഹുൽ എന്റെ ഒരു സുഹൃത്ത് മാത്ര. അവളത് പറയുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ലെഫ്റ്റ് ചെയ്തു പോയിരുന്നു. അത് കണ്ട് മേഘയ്ക്ക് വല്ലാത്ത നിരാശ വന്നു. ഓക്കെ ഗായ്സ്,
ഇതിൽ നല്ലൊരു ലൈവ് സ്ട്രീം ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം തെരേസ. തെരേസ ലൈവ് സ്ട്രീം അവസാനിപ്പിച്ചു. തന്നെ കുറിച്ച് മേഘ പറഞ്ഞത് കേട്ട് ശ്രാവണിന് ദേഷ്യം വന്നിരുന്നു. അവള് പറഞ്ഞു കേട്ടോ, പണമില്ലാത്ത ശ്രാവണിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അവള് കൂട്ടുകൂടിയെന്ന്. ഇഡിയറ്റ്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അവിടെ ഇരുന്ന് ആപ്പിൾ മുറിക്കുന്ന ചെറിയ പേന കത്തിയെടുത്ത് അവൻ സ്വന്തം കയ്യിൽ ആഞ്ഞുകുത്തി. ഇത് കണ്ട് അർജുനും ശ്രീഹരിയും ഞെട്ടിപ്പോയി.